Sir, letters from Gaza by the people from the year that has been. പെൻഗ്വിൻ ബുക്സ് ഇറക്കിയിരിക്കുന്ന ഒരു പുസ്തകം. അതായത് ഗസ നിവാസികൾ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന 30 ഗസക്കാരെഴുതിയ കത്തുകൾ ചേർത്തുകൊണ്ട് ഗസ ഒരു ബുക്ക് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഈ പെൻഗ്വിൻ ബുക്സ് ഈ പുസ്തകം ഇറക്കുന്നതിലൂടെ എന്തെങ്കിലും ഒരു ഉദ്ദേശം അവർക്കുണ്ടാവില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിലേ പലസ്തീൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന അദീഫ് അബു സെയ്ഫ് ആണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. അവതാരകൻ അദ്ദേഹമാണ്. പലസ്തീൻകാരായിട്ടുള്ള മുഹമ്മദ് അൽ സബ് സൂത്തും മെഹ്മൂദ് അൽ ഷെയറും ഇവർ രണ്ടുപേര് ചേർന്നിട്ടാണ് പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ പൊതുവായ കണ്ടൻറ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ സേന ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നരനായാട്ടെന്ന് ഒക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിനോട് ഇവർ പ്രതികരിക്കുന്ന രീതികളും ഒക്കെയാണ്. ഈ കത്തുകൾ എഴുതിയിരിക്കുന്നവരെല്ലാവരും തന്നെ എഴുത്തുകാരല്ല, പ്രൊഫഷണൽ റൈറ്റേഴ്സല്ല, പക്ഷെ അവർ കത്തുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്തും ഒരു സംശയമുള്ളത്, അവരെ കൊണ്ട് ഈ കത്തുകൾ എഴുതിപ്പിച്ചതാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത് വളരെ കൂടുതലുമാണത്. കാരണം ഈ സമയത്ത് പലസ്തീൻ്റെ ഒരു ആഗോളതലത്തിൽ പലസ്തീൻ്റെ അംഗീകാരത്തിനും അവരുടെ കോസിനോടുള്ള ജനങ്ങളുടെ താല്പര്യത്തിനും ഒരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിന് ഒരു പരിഹാരം കാണുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമായിട്ടുണ്ടാകും എന്ന കാര്യത്തിലും എനിക്കൊരു സംശയവുമില്ല. ഒരു പബ്ലിക് റിലേഷൻസ് വർക്കിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടും ഇതിനെടുക്കാവുന്നതാണ്. പ്രശ്നം അതിന് പെൻഗ്വിൻ ബുക്സ് എന്തിനു കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു ഉത്തരമുണ്ട്. കാരണം ഈ സമയത്ത് പെൻഗ്വിൻ ഇങ്ങനൊരു പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ പെൻഗ്വിന് കുറേ അധികം കോപ്പികൾ വിൽക്കാൻ പറ്റും, കൂടുതൽ ലാഭം കിട്ടും. അത് വ്യാപാരമേ ഹനനം എന്ന് പറയുന്ന രീതിയിൽ ഈ എന്തിന് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തെ വിറ്റ് കാശാക്കുന്നൊരു രീതി കൂടി അതിനകത്തുണ്ട്. പലസ്തീൻകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ലോകത്തുണ്ടാക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ പെൻഗ്വിനെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തെ വെച്ചുകൊണ്ട് തങ്ങൾക്ക് പരമാവധി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പലസ്തീനോട് താല്പര്യമുള്ള ഒരു ഇസ്ലാമിക മൈൻഡ് സെറ്റുള്ള മിക്കവാറും ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ ആ പുസ്തകം വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒരു കോഴ്സ് കൂടിയാണല്ലോ ഇത്. പക്ഷെ ഒരു കാര്യമുള്ളത്, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ യുദ്ധത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് യുദ്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം. യുദ്ധത്തിൽ കളവുണ്ട്, ചതിയുണ്ട്, മായായുദ്ധമുണ്ട്, ഒളിയുദ്ധമുണ്ട്, ഒറ്റുണ്ട്, ഒളിപ്പോരുണ്ട്. ഇതൊക്കെ യുദ്ധത്തിലുള്ളതാണ്. കാരണം ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നത് വ്യക്തമായ വ്യവസ്ഥ വെച്ചിട്ടാണ്. രണ്ട് കൂട്ടരും കൂടി ഒപ്പിട്ട് സമ്മതിച്ച വ്യവസ്ഥയുണ്ട്. നിരായുധനെ ആക്രമിക്കാൻ പാടില്ല, മറ്റേ തേര് പോയവനെ ആക്രമിക്കാൻ പാടില്ല, തേര് പോയിട്ടെടുത്ത് നിരത്ത് നിൽക്കണമെങ്കിൽ അവൻ്റെ തേരിൽ നിന്ന് ആക്രമിക്കാൻ പാടില്ല, കാരണം സമരം നിന്ന് ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് മുഴുവൻ തുടങ്ങിയത്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഓരോ ദിവസങ്ങളിൽ ഈ ഓരോ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട് അവസാനം എല്ലാ വ്യവസ്ഥകളും ലംഘിക്കപ്പെട്ടിട്ടാണ് യുദ്ധം തീർന്നത്. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. കാരണം ആദ്യം ഒരാൾ കയറി അറ്റാക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വെയിറ്റ് ചെയ്യുന്നു, അപ്പോൾ മറ്റവർ തിരിച്ചടിക്കുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും മഹാഭാരതത്തിൽ വേറൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു, സങ്കല യുദ്ധം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു വ്യവസ്ഥയില്ലാത്ത തോന്നിയവനെയൊക്കെ കൊല്ലുന്ന തരത്തിലുള്ള യുദ്ധവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ, കുരുക്ഷേത്ര യുദ്ധകാലം തുടങ്ങി, നമ്മൾ ഏത് യുദ്ധത്തെക്കുറിച്ച് നോക്കിയാലും ആ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള മര്യാദയും നിയമവും യുദ്ധത്തിലില്ല. അതുകൊണ്ട് ഒരു യുദ്ധവും ധർമ്മയുദ്ധമാണ് എന്ന് പറയാനും നമുക്ക് സാധ്യമല്ല.
ധർമ്മയുദ്ധമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പൊലിമക്ക് പറയാം എന്നല്ലാതെ ഒരു യുദ്ധവും ധർമ്മയുദ്ധമല്ല. യുദ്ധത്തിൽ നിൽക്കുമ്പോൾ എതിരാളി മാത്രമേ ഉള്ളൂ, ഗുരുനാഥനില്ല, പിതാമഹനില്ല, സഹോദരനില്ല, വേറെ ആരുമില്ല. യുദ്ധത്തിൽ എതിരാളി മാത്രമാണ്. ആ എതിരാളിയെ വധിക്കപ്പെടേണ്ടവനുമാണ്, ശത്രുവാണ്. അവനെ നിങ്ങൾ വധിച്ചില്ലെങ്കിൽ അവൻ നിങ്ങളെ കൊല്ലും. അപ്പോൾ ഞാൻ ചാകുന്നതിനേക്കാൾ നല്ലത് അവൻ ചാകുന്നതാണ് എന്നുള്ളതാണ് യുദ്ധത്തിൽ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു മാർഗം. അതേ മാർഗം തന്നെയാണ് ഗസയിലും സ്വീകരിച്ചിട്ടുള്ളത്. ഈ പലസ്തീൻകാർ അങ്ങനെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളൊന്നുമല്ല. അങ്ങനെ പറയുന്നത് തന്നെ ശരിയല്ലല്ലോ. അങ്ങനെ പറയുന്ന പോലെ ശരിയല്ലല്ലോ. അല്ല, പലസ്തീൻകാർ ഇപ്പോൾ പറയണ കേട്ട് കഴിഞ്ഞാൽ പലസ്തീൻകാർ ഒരിക്കലും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളേ ആയിരുന്നില്ല. ആ പലസ്തീൻകാരുടെ ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇല്ലാതെ ആക്കണമെന്നുള്ളതാണ്. അതിനവർ നിന്നു കൊടുക്കണമെന്നും കൂടി ആവശ്യപ്പെടാൻ പറ്റുമോ? ഇത് ഈ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന മാട് തലയിട്ട് കുലുക്കുന്ന സമയത്ത് അതിൻ്റെ ധിക്കാരം കണ്ട എന്ന് പറയുന്നത് പോലെയല്ലേ ഉള്ളത് അതിനകത്ത്. എന്തൊരു ധിക്കാരിയാണ് അവൻ. അറക്കാൻ പോകുമ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലാണ്. അറക്കാൻ പോകുന്ന മാട് തല കാട്ടുമ്പോൾ ധിക്കാരമാണ് എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് പലസ്തീൻകാരുടെ അവസ്ഥയും. അങ്ങനെ പലസ്തീൻകാർ സർവ്വതാ മഹാന്മാരായിട്ടുള്ളൊരു മനുഷ്യരാണ്, ഇസ്രയേലാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്നൊരു പ്രചാരണം കേരളത്തിലുണ്ട് വിശേഷിച്ചും. ആ പ്രചാരണം ഇസ്ലാമിക തീവ്രവാദികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രചാരണമാണ്. ചില അതിൻ്റെ കാരണം ഇറാൻ കാലങ്ങളായിട്ട് പ്രോക്സികളായിട്ട് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയ തീവ്രവാദ നിലപാടുള്ള സംഘടനയെ വളർത്തിക്കൊണ്ടിരുന്നു. അതിൽ കുറച്ച് പേരെ കൊണ്ടുപോയി ഗസയിലിട്ടിരിക്കുന്നു. എന്നിട്ട് ഗസയുടെ ഭരണം പിടിച്ചെടുക്കുന്നു. എന്നിട്ട് പിന്നെ അവിടുത്തെ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷത്തെ മുഴുവൻ ഇവർ തകർക്കുന്നു. എന്നിട്ട് അവർക്ക് വിദ്യാഭ്യാസം പോലും നൽകാതെ മതം ഇഞ്ചെക്ട് ചെയ്ത് വളർത്തും. അപ്പോൾ ഗസയിൽ കുറച്ച് പേരെങ്കിലും ഈ ഹമാസിനോട് തൽപരരായിരിക്കാം, അല്ലെ അവരെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയല്ല. ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവരെ എടുത്തതിന് ശേഷം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗസയിൽ സമാധാനപൂർണ്ണമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ ഈ മനസ്സിൽ കൊണ്ടുപോയിട്ട് ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത് അവനെ പ്രേരിപ്പിച്ച് ചാട്ടേ കയറ്റി അവനെ വിടേണ്. പിന്നെ അവൻ എന്തും ചെയ്യും. ഇസ്രായേലെ എന്നിട്ട് ഇവനെ വിട്ടവരിങ്ങനെ അവിടെ നോക്കിയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ തീർക്കണം എന്നുള്ളതാണ്. ജൂതനെ കണ്ടാൽ കൊന്നുകളയണം. ജൂതനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് കൊല്ലണം, അവൻ നിൻ്റെ ശത്രുവാണ് എന്ന് പറയണം. എന്നിട്ട് പറയണത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് കഞ്ഞി കിട്ടിയില്ല, ഞങ്ങൾക്ക് മരുന്ന് കിട്ടിയില്ല, ഞങ്ങളുടെ ശരീരങ്ങൾ പലതായി ചെതറിപ്പോകുന്നു, ഞങ്ങളുടെ മനസ്സ് ഇങ്ങനെ നിൽക്കുന്നു, ഞങ്ങളുടെ യുദ്ധത്തിന് ബോംബെ അങ്ങനെ വല്ലതും ഉണ്ടോ? നിയതമായ നിയമങ്ങളൊന്നുമില്ല എന്നാണ് പറയേണ്ടത് അല്ലേ? ഏത് യുദ്ധത്തിന് ഒരു ഞാൻ ചോദിക്കട്ടെ, ഭീഷ്മ പിതാമഹനെയല്ലേ കൊന്നത്? അതെ. പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായി നിൽക്കുകയും ധൃതരാഷ്ട്രരെയും പാണ്ഡുവിനെയും ഒക്കെ വിവാഹം കഴിപ്പിക്കുകയും അവർക്ക് വേണ്ടി വിവാഹം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത, എന്ന് വെച്ചാൽ ഇവരുടെ മുത്തശ്ശന് വേണ്ടിയിട്ട്, ശന്തനുവിന് വേണ്ടിയിട്ട് വിവാഹം തന്നെ വേണ്ടാന്ന് വെച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്ത് ഈ കുലത്തെ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്ന ആ മുത്തശ്ശനെ അല്ലേ, പിതാമഹനെയാണ് കൊന്നത്. കാരണം യുദ്ധത്തിൽ വരുമ്പോൾ ബന്ധുത്വമില്ല, ശത്രുത്വമുള്ളൂ. ഇനി ഇവരെ എല്ലാവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചതാരാണ്? ഗുരുനാഥനാണ്. ദ്രോണര് ഗുരുനാഥനാണ്. ആ ഗുരുനാഥനെ എങ്ങനെയാണ് കൊന്നത്? കളവ് പറഞ്ഞു കൊന്ന്. സത്യം പറഞ്ഞാൽ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട്, സത്യം പറഞ്ഞാൽ കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കളവ് പറഞ്ഞു കൊന്നു. പിന്നെ മായായുദ്ധമുണ്ട്, ഒളിയുദ്ധമുണ്ട്, ഒറ്റുണ്ട്, ഈ മനഃശാസ്ത്ര യുദ്ധങ്ങളുണ്ട്. ആത്യന്തികമായ ലക്ഷ്യം വിജയം മാത്രമാണ്. ആത്യന്തികമായ ലക്ഷ്യം യുദ്ധത്തിൻ്റെ നീതിശാസ്ത്രത്തിൽ എന്ത് ചെയ്തും വിജയം നേടുക എന്നല്ലാതെ വേറൊന്നുമില്ല. ആ എന്ത് ചെയ്തും വിജയം നേടേണ്ടി വരുമ്പോൾ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് ഒരു യുദ്ധത്തിലേർപ്പെടുന്ന ഒരു യോദ്ധാവും പരിഗണിക്കാറില്ല. അവരതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. കൊല്ലപ്പെടുന്നവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്നൊരു വിശ്വാസത്തിലാണ് അവരിയ്ക്കുക.
എത്ര വൈകിപ്പോയല്ലോ എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്കിതൊന്നും വേണ്ട എന്നില്ല. ഗാസയിലും അതല്ലേ സംഭവിച്ചത്. ഞാൻ ചോദിക്കട്ടെ, പലസ്തീൻകാർ ഇസ്രായേലിനെതിരെ ഞാൻ നേരത്തെ സമാധാനപൂർണ്ണമായിട്ടുള്ള നിലപാടല്ലല്ലോ സ്വീകരിച്ചിട്ടുള്ളത്, ഒരിക്കലുമല്ല. പിന്നെ അവരുടെ ചോദ്യമില്ലേ, ജൂതന്മാർക്ക് ലോകത്ത് ഒരു രാജ്യമെങ്കിലും വേണ്ടേ? അവർ അതിജീവനത്തിന് വേണ്ടി പോരാടുന്നവരാണ്. അല്ല, അവർ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് അവർ രാജ്യമാക്കിയത്. വെട്ടിപ്പിടിച്ചതല്ല, പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി. എത്രയോ കാലത്തിന് ശേഷം ചെതറിപ്പോയൊരു ജനത വരെയില്ലേ? അതെ. അപ്പോൾ ഇവർ പറയണം അവർ ചെതറി തന്നെ പോകണം, അവൻ ചെതറിപ്പോയി നശിച്ചു തീരണം എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ, അവനത് സമ്മതിക്കണമെന്നും കൂടി പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇത് ഈ പെൻഗ്വിൻ നടത്തുന്ന ഒരു പബ്ലിക് റിലേഷൻസ് ആക്ടിവിറ്റി എന്നതിൽ കവിഞ്ഞ യാതൊരു പ്രാധാന്യവും ഈ പുസ്തകത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഗസയെ സ്നേഹിക്കുന്ന കുറേ അധികം ആളുകൾക്ക് മുമ്പിലേക്ക് ഈ പുസ്തകം വിറ്റുപോകാനുള്ള ഒരു വഴി അല്ല. ഒരു ഇസ്ലാമിക് പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഒരു കൺസിഡറബിൾ നമ്പർ ഉണ്ട് ലോകത്തെല്ലായിടത്തും. വിശേഷം നല്ല വിദ്യാഭ്യാസം കിട്ടി വന്നിട്ടുള്ള, ആം ചെയറിൽ വിശ്വസിക്കുന്ന, അങ്ങനെയുണ്ടല്ലോ. ഞാൻ ചെയ്യില്ല, നീ പോയി ചെയ്യണമെങ്കിൽ നല്ലതാണ്, ചെയ്യടാന്ന് കൈയടിക്കുന്ന രീതിയിൽ ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കുകയൊക്കെ ചെയ്യുന്ന കുറേയേറെ മുസൽമാന്മാരുണ്ട് ലോകത്തുണ്ട്. അവർ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ്. ആ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മുസൽമാന്മാരെ ലക്ഷ്യം വെച്ചാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. കാരണം യുദ്ധമാണെങ്കിലും അതിനെ വിറ്റ് കാശാക്കാനാണ് പെൻഗ്വിൻ ശ്രമിക്കുന്നത്. അപ്പം പെൻഗ്വിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ലാഭമാണ്, സംഭവം യുദ്ധമാണ്, പക്ഷെ പെൻഗ്വിന് ലാഭമാണ്. നഷ്ടം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ആ ഗസയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർ ഇതിനകത്ത് പങ്കാളികളല്ലല്ലോ, പക്ഷെ അവർ ഇരകളാക്കപ്പെടും. കാരണം അവരുടെ ഇടയിൽ വിഷം കുത്തിവെക്കാൻ വേണ്ടി ഇറാനിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുകയും അതിന് പ്രേരണ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മതരാഷ്ട്രവാദം തന്നെ പ്രചരിപ്പിക്കുകയും നീ ഇങ്ങനെ ചത്തു കഴിഞ്ഞാലും നീ ആളെ കൊന്നു കഴിഞ്ഞാലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അല്ലാഹു ഹൂറികളെ നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഇവരെ പറ്റിക്കുന്നവരില്ലേ, അവരാണ് ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ. പെൻഗ്വിൻ അവരെക്കുറിച്ച് കൂടി ഒരു പുസ്തകം ഇറക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.